ലിംഫാറ്റിക് ഫൈലാരിയാസിസ് ലൈഫ് സൈക്കിൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മന്ദരോഗം പരത്തുന്ന വെക്ടറാണ്. കൊതുവിന്റെ പേരുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ മന്ദരോഗം പരത്തുന്ന വെക്ടറാണ് ക്യൂലെക്സ് മോസ്കിറ്റോസ്. അപ്പൊ ലൈഫ് സൈക്കിൾ ഏത് മലേറിയയുടെ ആയാലും അത് ഫൈലേറിയയുടെ ആയാലും അത് ഏത് അസുഖത്തിന് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ആ അസുഖത്തിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അസുഖം എന്താണെന്ന് എഴുതുക, അസുഖത്തിന്റെ സിംറ്റംസ് എന്താണെന്ന് എഴുതുക, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പേരായിട്ട് എഴുതുക. എന്നിട്ട് ലൈഫ് സൈക്കിളിലേക്ക് പോവുക. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ലിംഫാറ്റിക് ഫൈലാരിയാസിസ് എന്താണെന്നൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ലിംഫാറ്റിക് ഫൈലാരിയാസിസ് ഈസ് എ മോസ്കിറ്റോ ബോൺ ഡിസീസ് കോസ്ഡ് ബൈ ദി ഫൈലേരിയൽ പാരസൈറ്റ്സ് W. bancrofti ആൻഡ് B. malayi. അപ്പൊ മന്ദരോഗം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഒരു മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. അത് പരത്തണത് ജസ്റ്റ് ഫൈലേരിയയുടെ പാരസൈറ്റിൽ ആയിട്ടുള്ള വേംസ് ആണ്. ഒരു വേം ആണ് ഈ അസുഖം പരത്തണത്. W. bancrofti അതുപോലെ B. malayi സ്പീഷീസിൽ വരുന്ന വേംസ് ആണ് ഇത്രയ്ക്കും ഹൊറിബിൾ ആയിട്ട് ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസുഖമായിട്ടുള്ള ലിംഫാറ്റിക് ഫൈലാരിയാസിസ് കമ്മ്യൂണിക്കബിൾ ആയിട്ട് മാറ്റുന്നത് ജസ്റ്റ് ഒരു വേംസ് ആണ്. അതിന്റെ സ്പീഷീസ് ആണ് W. bancroftiയും B. malayi. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദി ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ക്യൂലെക്സ് മോസ്കിറ്റോ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്യൂലെക്സ് മോസ്കിറ്റോസ് മനുഷ്യനെ കടിക്കുമ്പോഴാണ് നമുക്ക് മനുഷ്യന്മാരിലേക്ക് ഈ അസുഖം വരണത്. അല്ലെങ്കിൽ മനുഷ്യന്മാരിലേക്ക് ഈ വേംസിന്റെ പ്രസൻസ് വരണത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്യൂലെക്സ് മോസ്കിറ്റോസ് മനുഷ്യന്മാരെ കടിക്കുമ്പോഴാണ്. The clinical signs include fever, lymphangitis, elephantiasis of genitals, legs and arms. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫീവർ ഉണ്ടാവും, അതുപോലെ ലിംഫറ്റിക് സിസ്റ്റത്തിന്റെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, എലിഫന്റിയാസിസ് ഉണ്ടാവും, ജെനിറ്റിയൽ ഏരിയാസിലും അതുപോലെ ലെഗ്സിലും ഒക്കെ എലിഫന്റിയാസിസ് കാണാറുണ്ട്. ദി ഡിസീസ് ഈസ് നോട്ട് ഫാറ്റൽ ബട്ട് ഈസ് എ കോസ് ഓഫ് ഗ്രേറ്റ് സഫറിംഗ്, ഡിഫോമിറ്റി ആൻഡ് ഡിസബിലിറ്റി. ഈ അസുഖം ഒരു ഫാറ്റൽ ആയിട്ടുള്ള ഒരു അസുഖമല്ല, മരണത്തിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്, പക്ഷെ ഇതൊരു ഡിസബിലിറ്റിയിലേക്കും ഡിഫോമിറ്റിയിലേക്കും ലീഡ് ചെയ്യുന്ന അസുഖമാണ് മന്ദരോഗം. അതിന്റെ ഇമേജ് കാണാം. ലിംഫാറ്റിക് ഫൈലാരിയാസിസ്, ഓൾസോ നോൺ ആസ് എലിഫന്റിയാസിസ്. ഇതിൽ നമുക്ക് ഇമേജില് കറക്റ്റ് കാണുന്നുണ്ട്. എലിഫന്റിയാസിസ് ഓഫ് ലെഗ് ആണ് ആ സെന്റർ പോർഷനിൽ കാണുന്നത്. അതുപോലെ പല ബോഡി പാർട്സിലും സ്വെല്ലിങ്സ് ഉണ്ടാവും. ഇത് ഏറ്റവും സീവിയർ സ്റ്റേജിൽ അൺട്രീറ്റഡ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷൻ വരെ എത്തിക്കാം. അപ്പൊ ഈ രീതിയിലുള്ള കാലിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഫോമിറ്റി ആയി മാറുകയാണ്. പിന്നെ ആള് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആയി മാറുകയാണ്. ജസ്റ്റ് ഒരു വേംസ് വഴി ഇത്രയ്ക്കും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന ഒരു അസുഖമാണ് ലിംഫാറ്റിക് ഫൈലാരിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മെയിൻ ആയിട്ട് ഹ്യൂമനിലേക്ക് എത്തണത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്യൂലെക്സ് മോസ്കിറ്റോകൾ കടിക്കണതിലൂടെയാണ്. അപ്പൊ ഇതിൽ പല ബോഡി പാർട്സിലും ഈ ലിംഫാറ്റിക് ഫൈലാരിയാസിസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ സ്വെല്ലിങ് വരും. ഫേസില്, ആംസില്, ലെഗില്, ബ്രസ്റ്റ് ഏരിയാസ്, അതുപോലെ ജെനിറ്റിയൽ ഏരിയാസില് എല്ലാം സ്വെല്ലിങ്ങുകൾ വരും. ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് മെയിൻ ആയിട്ട് ഈ വേംസ് പോയിട്ട് ഹൈഡ് ചെയ്തിട്ട് ഇരിക്കുക. കറക്റ്റ് ഒരു നൈറ്റ് 10 PM to 2 AM ആവുമ്പോൾ മാത്രം, ഒരു അത്രയ്ക്കും പീക്ക് നൈറ്റിൽ മാത്രമാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഈ വേംസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നത്. അത് നമുക്ക് ലൈഫ് സൈക്കിളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ലൈഫ് സൈക്കിൾ ഓഫ് ലിംഫാറ്റിക് ഫൈലാരിയാസിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലേറിയയുടെ ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണോ സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നത് അതാണ് പ്രൈമറി ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ. മലേറിയയിൽ നമുക്ക് പ്രൈമറി ഹോസ്റ്റ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആയിരുന്നു, സെക്കൻഡറി ഹോസ്റ്റ് ആയിരുന്നു ഹ്യൂമൻ. എന്നാൽ ഫൈലേരിയയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫൈലേരിയയിൽ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലാണ്. അത് കാരണം മനുഷ്യനാണ് പ്രൈമറി ഹോസ്റ്റ്, സെക്കൻഡറി ഹോസ്റ്റ് ആണ് ക്യൂലെക്സ് മോസ്കിറ്റോസ്. ഓക്കെ, നമുക്കിനി ആദ്യം ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദി ഫൈലേരിയ പാരസൈറ്റ് ആർ സ്മോൾ ത്രെഡ് ലൈക്ക് വേംസ്. അത് നമ്മൾ പറഞ്ഞു, വേംസ് ആണ് ഈ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെയിൻ ആയിട്ട് നമ്മുടെ ലിംഫറ്റിക് സിസ്റ്റത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ. നമ്മൾ മലേറിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ലിവറിലേക്ക് പോകുമെന്ന് പറഞ്ഞു, പിന്നെ RBCയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതുപോലെ ഈ ലിംഫാറ്റിക് ഫൈലേരിയയുടെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ആയിട്ടുള്ള വേംസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം പോവുക
ലിംഫറ്റിക് സിസ്റ്റത്തിലേക്കാണ്. ലിംഫറ്റിക് സിസ്റ്റത്തിലെ ഇവര് ഹൈഡ് ചെയ്തിരിക്കും. ഒരു 5 to 10 ഇയേഴ്സോളം അവിടെ അവർക്ക് സുഖമായിട്ട് ലിംഫറ്റിക് സിസ്റ്റത്തിൽ ഇരിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ. ഒരു 5 to 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഡൾട്ട് വേമായി മാറും. അഡൾട്ട് വേം ആയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സ്മോൾ വേംസിനെ ബർത്ത് ചെയ്യും. അങ്ങനെ ഒരുപാട് സ്മോൾ വേംസും അവരിൽ നിന്നുണ്ടാവും. ആ സ്മോൾ വേംസിനെ പറയുന്നതാണ് മൈക്രോഫൈലേരിയ. 5 to 10 കൊല്ലം എടുക്കും ഒരു വേം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അഡൾട്ട് വേം ആവാൻ. അഡൾട്ട് വേം ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികളെ പറയുന്നതാണ് മൈക്രോഫൈലേരിയ. ആഫ്റ്റർ മേറ്റിംഗ് ദി ഫീമെയിൽ ഗീവ് ബർത്ത് ടു ജനറേഷൻസ് ഓഫ് എംബ്രിയോസ് നോൺ ആസ് മൈക്രോഫൈലേരിയ. ഒരുപാട് മൈക്രോഫൈലേരിയാസ് ആ ലിംഫറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഈ മൈക്രോഫൈലേരിയ ലിംഫറ്റിക് സിസ്റ്റത്തിൽ നിന്ന് പെരിഫറൽ നമ്മുടെ ബ്ലഡിലേക്ക് വരിക രാത്രി ഏറ്റവും പീക്ക് ടൈം എന്ന് പറഞ്ഞ ഒരു 10 മണി to 2 AM ആ സമയത്തിലാണ് ഈ ലിംഫ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് ഇവര് പുറത്തേക്ക് നമ്മുടെ ബ്ലഡിലേക്ക് ഈ മൈക്രോഫൈലേരിയാസ് ഫുള്ളും റിലീസ് ആവുക. അത് കഴിഞ്ഞ് പകൽ സമയമാകുമ്പോൾ അത് വീണ്ടും ലിംഫറ്റിക് സിസ്റ്റത്തിലേക്ക് തിരിച്ച് പോവും. അത് കാരണം തന്നെ നമുക്ക് ഏറ്റവും പീക്ക് ടൈമിലാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൈക്രോഫൈലേരിയയുടെ പ്രസൻസ് കിട്ടുള്ളൂ. അത് കാരണം ഫൈലേരിയക്ക് നമ്മൾ ക്യാമ്പ് വെക്കുക എപ്പോഴും നൈറ്റ് ടൈമിലാണ് ഫൈലേരിയക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. മലേറിയക്കൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലഡില് പ്രസൻസ് ഉണ്ടാവും. എന്നാൽ ഫൈലേരിയ പോലത്തെ അസുഖത്തിന് രാത്രി ഏറ്റവും പീക്ക് ടൈമിലാണ് ലിംഫറ്റിക് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ മൈക്രോഫൈലേരിയ ബ്ലഡ് സ്ട്രീമിലേക്ക് വരിക. അതുവരെ ലിംഫറ്റിക് സിസ്റ്റത്തിൽ ഇവർ ഹൈഡ് ചെയ്തിരിക്കും. അത് കാരണം തന്നെ നമ്മൾ ഫൈലേരിയ പോലത്തെ അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ടൈമിലാണ് ക്യാമ്പുകൾ വെക്കുക. ഓക്കെ. The microfilaria appear in the peripheral blood in great numbers, especially during night time. ഇപ്പൊ നൈറ്റ് ടൈമിലാണ് അത് വരിക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു അഡൽട്ട് മോസ്കിറ്റോസ് ഒരു 5 to ഒരു വേം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 10 കൊല്ലത്തോളം എടുക്കും അത് അഡൽട്ട് വേമായി മാറാൻ. അഡൽട്ട് വേം ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ വേംസിനെ അത് ഉണ്ടാക്കും, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് ചെറിയ വേംസിനെ പറയുന്നതാണ് മൈക്രോഫൈലേരിയ. അങ്ങനെ ഒരു മൈക്രോഫൈലേരിയ ശരീരത്തിലുള്ള ഒരാളെ ഒരു ക്യൂലെക്സ് മോസ്കിറ്റോ വന്ന് കടിക്കുകയാണെങ്കിൽ എന്താണ് ആ വേം ആളുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ അത് ആ മോസ്കിറ്റോന്റെ ശരീരത്തിലേക്ക് കയറും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ രാത്രി സമയത്തിലാണ് ഇത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ രാത്രി സമയങ്ങളിൽ കൊതു വന്ന് കടിക്കുമ്പോൾ ഈ മൈക്രോഫൈലേരിയനെ നമ്മുടെ ബ്ലഡിൽ നിന്ന് കൊതുവിന്റെ ബോഡിയിലേക്ക് മൈക്രോഫൈലേരിയ കയറും. കൊതുവിന്റെ ബോഡിയിൽ അത് സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് മാത്രമാണ് നടക്കുന്നുള്ളൂ. മനുഷ്യന്റെ ബോഡിയിൽ സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്? അഡൽട്ട് മോസ്കിറ്റോസ് ഒരുപാട് മൈക്രോഫൈലേരിയാസിനെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിൽ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത്. മോസ്കിറ്റോസ് വന്ന് കടിക്കുമ്പോൾ മോസ്കിറ്റോസ് ഈ മൈക്രോഫൈലേരിയനെ എടുത്തു കൊണ്ടുപോകും. പിന്നെ മോസ്കിറ്റോസിന്റെ സ്റ്റൊമക്കില് ഈ കുഞ്ഞിയ മൈക്രോഫൈലേരിയക്ക് ഡെവലപ്മെന്റ് നടന്ന് ഒരുപാട് ടൈം കഴിഞ്ഞ് അത് ഇൻഫെക്റ്റീവ് ഫോമായി മാറും. എന്നിട്ട് അത് പ്രൊബോസിസിൽ വന്നിരിക്കും. പ്രൊബോസിസ് യൂസ് ചെയ്തിട്ടാണ് മോസ്കിറ്റോസ് കടിക്കുക. അങ്ങനെ വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ ആ ഇൻഫെക്റ്റീവ് മെറ്റീരിയല് അയാളുടെ മേത്തേക്ക് ഇൻജെക്ട് ചെയ്യും. അങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് ലിംഫാറ്റിക് ഫൈലാരിയാസിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാല്. നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കടിച്ചിട്ടുള്ള മോസ്കിറ്റോയാണ് ഇത്. അപ്പൊ മോസ്കിറ്റോ ടേക്സ് ഹ്യൂമൻ ബ്ലഡ് ആസ് മീൽ. ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെനെ മോസ്കിറ്റോ കടിച്ചു. ആളുടെ ഉള്ളിൽ എന്താണ് അഡൽട്ട് വേംസ് ഉണ്ടായിരുന്നു. അഡൽട്ട്സ് പ്രൊഡ്യൂസ് മൈക്രോഫൈലേരിയ മൈഗ്രേറ്റിംഗ് ഇൻ ടു ദി ലിംഫ് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പൊ ഈ മോസ്കിറ്റോ വേറൊരാളെനെ കടിക്കുമ്പോൾ ആളുടെ ഉള്ളിലേക്ക് ഈ വേംസിനെ ഇൻജെക്ട് ചെയ്യാണ്. അങ്ങനെ 5 to 10 കൊല്ലത്തിന് ശേഷം അതൊരു അഡൽട്ട് വേമായി ഒരുപാട് മൈക്രോഫൈലേരിയാസിനെ ആളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. മോസ്കിറ്റോ ബൈറ്റ് ഹ്യൂമൻ ആൻഡ് ഇൻജസ്റ്റ് മൈക്രോഫൈലേരിയ. അങ്ങനെ വേറൊരു മോസ്കിറ്റോ വന്നിട്ട് മൈക്രോഫൈലേരിയ ബ്ലഡിലുള്ള ഒരാളെ കടിക്കുമ്പോൾ മോസ്കിറ്റോന്റെ ശരീരത്തിലേക്ക് മൈക്രോഫൈലേരിയ കയറുന്നു. മൈക്രോഫൈലേരിയ പെനിട്രേറ്റ് ടു ദി മിഡ് ഗട്ട് ആൻഡ് തൊറാസിക് മസിൽസ് ഓഫ് മോസ്കിറ്റോ. പിന്നെ മോസ്കിറ്റോന്റെ ഉള്ളിൽ ഈ മൈക്രോഫൈലേരിയ
ഡെവലപ്മെന്റ് നടക്കുന്നു. അങ്ങനെ അത് L1 L3 ഫോമുകളായി മാറുന്നു. L3 ഫോം ആയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്റ്റീവ് ആയി മാറുന്നു. അത് പ്രൊബോസിലേക്ക് എത്തുന്നു. എന്നിട്ട് വേറൊരു ഇൻഡിവിജ്വലിനെ കടിക്കുക. അങ്ങനെ ആ സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണ് ലൈഫ് സൈക്കിൾ ഓഫ് ലിംഫാറ്റിക് ഫൈലേരിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈഫ് സൈക്കിൾ ചോദിക്കുമ്പോൾ ഡയഗ്രാം പറ്റണ രീതിയിൽ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് വേർഡിങ്സ് ആയാലും അതൊരു സൈക്കിളായിട്ട് തന്നെ വരച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡി പാർട്സ് അങ്ങനത്തെ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നെയിംസ് വെച്ചിട്ടെങ്കിലും ലൈഫ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ലിംഫാറ്റിക് ഫൈലേരിയാസിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഹ്യൂമൻ ബീയിങ്ങിലാണ്. അത് കാരണം ഹ്യൂമൻ ബീയിങ്സ് ആണ് പ്രൈമറി ഹോസ്റ്റ്. അസെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ് മോസ്കിറ്റോ, ക്യൂലെക്സ് മോസ്കിറ്റോന്റെ ഉള്ളിൽ നടക്കുന്നത്. അത് കാരണം ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണ് സെക്കൻഡറി ഹോസ്റ്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ ഓഫ് ഫൈലേരിയാസിസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.